വെൽക്കം ബാക്ക് ടു അവർ ക്ലാസ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സ്റ്റീഫൻ ഹോക്കിൻ്റെ ഒരു ലൈഫിൽ വളരെ നിർണായകമായ ഒരു ഘട്ടത്തിലേക്ക് നമ്മൾ എത്തുകയായിരുന്നു. നോക്കാം. Hawking's doctors hoped that his condition would stabilize, but the disease aggravated rapidly. They soon informed him that he had only about 2 more years to live. വളരെ ഇമ്പോർട്ടൻ്റ് ആയി കാര്യം പറയുന്നത്. ഹോക്കിങ്സ് ഡോക്ടേഴ്സ് ഹോപ്ഡ് ദാറ്റ്, ഹോക്കിങ്ങിൻ്റെ ഡോക്ടർമാർ വിചാരിച്ചു, പ്രതീക്ഷിച്ചു. ഹോക്കിങ്സ് ഡോക്ടേഴ്സ് ഹോപ്ഡ്, പ്രതീക്ഷിച്ചു ദാറ്റ് ഹിസ് കണ്ടീഷൻ വുഡ് സ്റ്റെബിലൈസ്, അദ്ദേഹത്തിൻ്റെ കണ്ടീഷൻ വുഡ് സ്റ്റെബിലൈസ്, അതിങ്ങനെ സ്റ്റെബിലൈസ് ചെയ്യും, സ്ഥിരമായിട്ട് അങ്ങനെ പൊയ്ക്കോളും എന്ന് പ്രതീക്ഷിച്ചു. ബട്ട് ദ ഡിസീസ് അഗ്രവേറ്റഡ് റാപ്പിഡ്ലി. പക്ഷേ ഈ രോഗം അഗ്രവേറ്റഡ്, കുതിച്ചുയർന്നു, റാപ്പിഡ്ലി, വളരെ പെട്ടെന്ന്. അതങ്ങനെ തന്നെ നിൽക്കുമെന്നാണ് ഡോക്ടർമാർ പ്രതീക്ഷിച്ചത്. പക്ഷേ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായിട്ട് രോഗം വളരെ പെട്ടെന്ന് കുതിച്ചു ചാടി. അത് സൂൺ ഇൻഫോംഡ് ഹിം ദാറ്റ്, അവർ വളരെ പെട്ടെന്ന് ഇദ്ദേഹത്തോട് ഇൻഫോം ചെയ്തു പറഞ്ഞു, he had only about 2 more years to live. He had only about 2 or more years. അദ്ദേഹത്തിന് 2 അല്ലെങ്കിൽ 3 വർഷങ്ങൾ മാത്രമേ ജീവിതമുണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞു. 2-3 വർഷം കഴിഞ്ഞാൽ മരിക്കും. ക്യാൻസർ രോഗികളുടെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മൾ അങ്ങനെ പറയാറുള്ളത്, ഒരു 6 മാസം ജീവിക്കൂ, അല്ലെങ്കിൽ 10 മാസം ജീവിക്കൂ, 2 വർഷം ജീവിക്കൂ എന്നൊക്കെ പറയാറുണ്ട്. ഡോക്ടർമാർ തന്നെ പറയും. എന്ന് പറഞ്ഞതുപോലെ സ്റ്റീഫൻ ഹോക്കിംഗ് ഇനി 2 വർഷം മാത്രമേ ജീവിക്കൂ എന്ന് അദ്ദേഹത്തോട് ഡോക്ടർമാർ പറഞ്ഞു. 2 years passed. The progression of the disease had slowed. I didn't die. In fact, although there was a cloud hanging over my future, I found to my surprise that I was enjoying life in the present more than before. Total disability and death, though still and not too distant certainty, were postponed. Hawking had his depraved and precarious and temporary one, but life was precious. 2 years passed. 2 കൊല്ലം ജീവിക്കൂ എന്ന് പറഞ്ഞത് അല്ലേ? 2 years passed. 2 കൊല്ലം കഴിഞ്ഞു. The progression of the disease, ഈ രോഗത്തിൻ്റെ പ്രോഗ്രഷൻ ഉണ്ടല്ലോ, ആ ഒരു വളർച്ച തോത്, the progression of the disease had slowed. പതുക്കെയായി തീർന്നു. I didn't die. സ്റ്റീഫൻ ഹോക്കിംഗ് പറയാണ്, ഐ ഡിഡ്ന്റ് ഡൈ, ഞാൻ മരിച്ചില്ല. ഐ ഡിഡ്ന്റ് ഡൈ, ഞാൻ മരിച്ചില്ല. ഇൻഫാക്ട് സത്യത്തിൽ, ഓൾദോ ദർ വാസ് എ ക്ലൗഡ്, ക്ലൗഡ് മീൻസ് മേഘം, ഓൾദോ ദർ വാസ് എ ക്ലൗഡ്, ഒരു മേഘമുണ്ടായിരുന്നെങ്കിൽ പോലും, ഹാങ്ങിങ് ഓവർ മൈ ഫ്യൂച്ചർ, എൻ്റെ ഭാവിയുടെ മുകളിൽ തൂങ്ങിക്കിടക്കുന്ന ഒരു ക്ലൗഡ് ഉണ്ടായിരുന്നെങ്കിൽ പോലും, ഓൾദോ there was a cloud hanging over my future, എൻ്റെ ഭാവിയിൽ തൂങ്ങിക്കിടക്കുന്ന, ഭാവിയുടെ മുകളിൽ തൂങ്ങിക്കിടക്കുന്ന ഒരു മേഘമുണ്ടായിരുന്നെങ്കിൽ പോലും, I found to my surprise എന്ന് പറഞ്ഞാൽ അത്ഭുതകരമെന്നോണം. To my surprise, എനിക്ക് അത്ഭുതം തോന്നി എന്നർത്ഥം. To my surprise, I found means കണ്ടെത്തുക. I found to my surprise, എനിക്ക് അത്ഭുതകരമായിട്ട് എനിക്ക് കണ്ടെത്തിയത് എന്താണെന്ന് വെച്ചാൽ, that I was enjoying life in the present. I was enjoying the life in the present. ഞാൻ ഈ പ്രസൻറ്റിൽ എൻ്റെ ലൈഫ് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. I was enjoying my life in the present more than before. അതിനേക്കാൾ രസം, more than before, അതിനേക്കാളും മുമ്പുള്ളതിനേക്കാളും കൂടുതൽ ഞാനിപ്പോൾ ലൈഫ് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രോഗമൊക്കെ വന്നു, ഞാൻ മരിച്ചിട്ടില്ലല്ലോ, ഇപ്പം ഞാൻ കൂടുതൽ ലൈഫ് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് എനിക്ക് തോന്നി. ടോട്ടൽ ഡിസബിലിറ്റി ആൻഡ് ഡെത്ത്, എൻ്റെ മുഴുവൻ കഴിവില്ലായ്മ, ഡിസബിലിറ്റി കഴിവില്ലായ്മ, ആൻഡ് ഡെത്ത് മരണം, ദോ സ്റ്റിൽ ആൻഡ് നോട്ട് ടു ഡിസ്റ്റൻറ്റ് സെർട്ടൈനിറ്റി, ദോ സ്റ്റിൽ ഇല്ലെങ്കിൽ പോലും, നോട്ട് ടു ഡിസ്റ്റൻറ്റ് സെർട്ടൈനിറ്റി, ഒരു വളരെ വിദൂരമല്ലാത്ത ഒരു നിശ്ചിതത്വം ഇല്ലെങ്കിൽ പോലും, എന്താകുമെന്ന് എനിക്ക് പറയാൻ കഴിയില്ലെങ്കിൽ പോലും, ആ ഒരു മരണവും ഡെത്തും ഇതൊക്കെ were postponed, അതൊക്കെ മാറ്റി നിർത്തപ്പെട്ടിരിക്കുന്നു. ഞാൻ മരിച്ചിട്ടില്ലല്ലോ. ഡോക്ടർമാർ പറഞ്ഞത് എന്താ? 2 കൊല്ലത്തിനുള്ളിൽ മരിക്കുന്ന പറഞ്ഞത്. ഞാൻ മരിച്ചിട്ടില്ല. അപ്പോൾ ആ മരണം, ആ അൺസർട്ടൈനിറ്റി, ആ ഡിസബിലിറ്റി ഒന്നും കഴിയില്ല എന്ന് അതൊന്നും ഇനി പറയാൻ കഴിയില്ല. എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെയോ ചിലത് സംഭവിച്ചു കൊണ്ടിരിക്കുന്നു.
ഹോക്കിംഗ് ഹാഡ് ഹിസ് റിപ്രീവ്. ഹോക്കിങ്ങിന് അദ്ദേഹത്തിൻ്റെ താൽക്കാലികമായ ആശ്വാസം ലഭിച്ചുകൊണ്ടിരുന്നു. റിലീഫ്, റിപ്രീവ് മീൻസ് റിലീഫ്. ഹോക്കിംഗ് ഹാഡ് ഹിസ് റിപ്രീവ്. ഹോക്കിങ്ങിന് തൻ്റെ ആ ആശ്വാസമുണ്ടായിരുന്നു. എ പ്രിക്കേറിയസ്, വളരെയധികമില്ലാത്ത, ആൻഡ് എ ടെമ്പററി വൺ, താൽക്കാലികമായൊരു ആശ്വാസം അദ്ദേഹത്തിനുണ്ടായിരുന്നു. പക്ഷേ ലൈഫ് വാസ് പ്രീഷ്യസ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ലൈഫ് വാസ് പ്രീഷ്യസ്. പക്ഷേ ജീവിതം വളരെ മൂല്യമുള്ളതാണ്. അങ്ങനെ നശിപ്പിക്കാൻ പറ്റിയതല്ല ജീവിതം. ജീവിച്ചു തീർക്കാൻ നിരങ്ങിയിട്ടാണെങ്കിലും അത് ജീവിച്ചു തീർക്കാൻ കഴിയേണ്ടി വരികയാണെങ്കിൽ നന്നായിട്ട് ജീവിച്ചു തീർക്കണം. അതാണ് സ്റ്റീഫൻ ഹോക്കിംഗ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഒരു മനുഷ്യൻ വിദ്യാഭ്യാസത്തിൻ്റെ കാലയളവിൽ ഇത്രയും വലിയ രോഗം വരുന്നു, അയാൾക്ക് അയാളുടെ ശരീരം അനക്കാൻ കഴിയുന്നില്ല എന്നൊരവസ്ഥ സംജാതമാകുന്നു, അയാൾക്ക് സ്വന്തമായിട്ട് പ്രവർത്തികൾ പോലും ചെയ്യാൻ കഴിയില്ല എന്നൊരു രീതിയിലേക്ക് വരുന്നു. എന്നിട്ട് പോലും അയാൾ ചിന്തിക്കുന്നത് എന്താണ്? ദ ലൈഫ് യു ഗോട്ട് വാസ് പ്രീഷ്യസ്. നിനക്ക് കിട്ടിയ ജീവിതം വളരെ പ്രീഷ്യസ് ആണ്. നമ്മളൊക്കെ നമ്മുടെ ലൈഫിനെ പറ്റി നമ്മൾ ഓർക്കണം. നമുക്ക് കിട്ടിയ ലൈഫ് വളരെ പ്രീഷ്യസ് ആണ്. നമുക്ക് കിട്ടിയ ലൈഫ് വളരെ പ്രീഷ്യസ് ആണ്. അതങ്ങനെ തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്ന് സ്റ്റീഫൻ ഹോക്കിംഗ് നമ്മളെ ബോധ്യപ്പെടുത്തി തരുന്നു. നോക്കൂ അടുത്ത പാരഗ്രാഫ്. At a New Year's party at St. Albans, just before he entered the hospital for tests, Hawking met Jane Wilde. To her, this disheveled graduate student seemed terribly intelligent, eccentric, and rather arrogant. But he was interesting and she liked his wit. At a New Year's party, ഒരു ന്യൂ ഇയറുടെ പാർട്ടിയിൽ, ഇവിടെ അറ്റ് സെൻറ്റ് ആൽബൻസ്, എവിടെ നടന്നിട്ടുണ്ടായിരുന്നു? അറ്റ് സെൻറ്റ് ആൽബൻസ്, സെൻറ്റ് ആൽബൻസിൽ നടന്നിട്ടുണ്ടായിരുന്ന ഒരു ന്യൂ ഇയർ പാർട്ടിയിൽ, ജസ്റ്റ് ബിഫോർ ഹി എൻറ്റേർഡ് ദ ഹോസ്പിറ്റൽ. ഇതിനു മുമ്പ് ജസ്റ്റ് ബിഫോർ ഹി എൻറ്റേർഡ് ദ ഹോസ്പിറ്റൽ, അവൻ ഹോസ്പിറ്റൽ പ്രവേശിക്കുന്നതിന് തൊട്ട് മുമ്പ്, ഫോർ ടെസ്റ്റുകൾക്ക് വേണ്ടി അവൻ ഹോസ്പിറ്റലിൽ പ്രവേശിക്കുന്നതിന് തൊട്ട് മുമ്പ് നടന്ന ഒരു സെൻറ്റ് ആൽബൻസിൽ നടന്ന ഒരു ന്യൂ ഇയർ പാർട്ടിയിൽ ഹോക്കിംഗ് മെറ്റ് ജെയിൻ വൈൽഡ്. ഹോക്കിംഗ് ജെയിൻ വൈൽഡിനെ കണ്ടുമുട്ടി. ജെയിൻ വൈൽഡ് എന്ന പേര് പെൺകുട്ടിയെ ഹോക്കിംഗ് കണ്ടുമുട്ടി. ടു ഹെർ, അവളെ സംബന്ധിച്ചിടത്തോളം, ദിസ് ഡിഷവൽഡ് ഗ്രാജുവേറ്റ് സ്റ്റുഡൻറ്റ്, ഈ അപാരമായ സിദ്ധിയുള്ള ഗ്രാജുവേറ്റ് സ്റ്റുഡൻറ്റ്, ഈ ബിരുദധാരിയായിട്ടുള്ള വിദ്യാർത്ഥി, സീംഡ് ടെറിബിളി ഇൻ്റലിജൻറ്റ്. അവൾക്ക് ഇങ്ങനെ തോന്നി, ഇവന് തോന്നി ടെറിബിളി ഇൻ്റലിജൻറ്റ്, ഭയങ്കര ശക്തിയുള്ള ഇൻ്റലിജൻ്റാണ്, ബുദ്ധിയുള്ള ആളാണെന്ന് തോന്നി. എക്സെൻട്രിക്, ബുദ്ധി മാത്രമല്ല, എക്സെൻട്രിക്, ഒരു തരം ഉന്മാദാവസ്ഥ. ഒരു പണിക്ക് ഇരുന്ന് കഴിഞ്ഞാൽ ആ പണി തീർത്തിട്ട് എഴുന്നേറ്റ് പോരൂ എന്ന് പറയുന്നൊരവസ്ഥ. ഏത് പണിയാണോ ചെയ്യേണ്ടത് ആ പണിയിൽ അങ്ങേയറ്റം എൻജോയ്മെൻറ്റ് കണ്ടെത്തുന്ന ഒരവസ്ഥ. ആൻഡ് റാദർ arrogant, മാത്രവുമല്ല വളരെയധികം കുശാഗ്ര ബുദ്ധിക്കാരനായിട്ടും കണ്ടു. അപ്പോൾ ഇയാളൊരു വലിയ സംഭവമാണെന്ന് ജെയിൻ വൈൽഡിന് മനസ്സിലായി. പക്ഷേ ഹി വാസ് ഇൻട്രസ്റ്റിംഗ്, അവൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ആൻഡ് ഷി ലൈക്ഡ് ഹിസ് വിറ്റ്. മാത്രമല്ല അവൾ ഇവൻ്റെ വിറ്റ് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഇവൻ്റെ ഈ ബുദ്ധികൂർമ്മത, നല്ല തമാശയൊക്കെ പറയും, അതോടൊപ്പം തന്നെ അത് തമാശ തന്നെ, ബുദ്ധിപൂർണമായ തമാശ പറയും, അത് വളരെ ഇഷ്ടപ്പെട്ടു. അടുത്തത്, when Jane met him again after his discharge from the hospital, he was really in a pathetic state. I think he has lost his will to live. He was very confused, she commented. She was not, however, put off by his physical or mental condition. She was rather a shy teenager, serious-minded, with a strong faith in God, ingrained from childhood by her mother, and a belief that good can come out of any adversity. When Jane met him again, അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ജെയിൻ വൈൽഡിനെ വളരെ ഇഷ്ടമായി. അവർ തമ്മിൽ ചെറിയൊരു ഇഷ്ടത്തിലേക്ക് വരികയാണ്. പക്ഷേ when Jane met him again, പക്ഷേ ജെയിൻ അദ്ദേഹത്തെ വീണ്ടും കണ്ടുമുട്ടിയപ്പോൾ, ആ പെൺകുട്ടി അദ്ദേഹത്തെ വീണ്ടും കണ്ടുമുട്ടിയപ്പോൾ, when Jane met him again after his discharge from the hospital, ഈ ഹോസ്പിറ്റലിൽ നിന്നുള്ള ഡിസ്ചാർജിന് ശേഷം ജെയിൻ വീണ്ടും അദ്ദേഹത്തെ കണ്ടുമുട്ടിയപ്പോൾ, he was really in a pathetic state. യഥാർത്ഥത്തിൽ അദ്ദേഹം വളരെ പതറ്റിക് സ്റ്റേറ്റിലാണ്. He was really in a pathetic state. What's the meaning pathetic state? കഷ്ടം പിടിച്ച അവസ്ഥ.
ഹി വാസ് റിയലി ഇൻ എ പതറ്റിക് സ്റ്റേറ്റ്. അവൻ യഥാർത്ഥത്തിൽ ഒരു കഷ്ടം പിടിച്ച ഒരവസ്ഥയിൽ തന്നെയായിരുന്നു. എന്താ കാരണം? ഈ രോഗം അപ്പോഴാണ് കണ്ടുപിടിക്കപ്പെടുന്നത്. രോഗം കണ്ടുപിടിക്കുന്നതിന് തൊട്ട് മുമ്പ് നടന്ന ഒരു ന്യൂ ഇയർ പാർട്ടിയിലാണ് ജെയിൻ വൈൽഡിനെ കണ്ടുമുട്ടുന്നത്. അപ്പോൾ ജെയിൻ വൈൽഡും ഇവർക്കും തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു. പിന്നീടാണ് രോഗം വരുന്നു, ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചു, ടെസ്റ്റ് കഴിഞ്ഞു. സ്റ്റീഫൻ ഹോക്കിംഗ് ആകെ ഡള്ളായി, കാരണം ഇങ്ങനെ രോഗം വന്നു എന്നറിഞ്ഞു. എന്നിട്ട് ഇനി ജെയിൻ വൈൽഡ് പറയാണ്, ഐ തിങ്ക്, ഞാൻ വിചാരിക്കുന്നു, ഹി ഹാസ് ലോസ്റ്റ് ഹിസ് വിൽ ടു ലിവ്. ഹി ഹാസ് ലോസ്റ്റ്, അയാൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടായിട്ടുണ്ട്. ഹിസ് വിൽ, ഹിസ് മൈൻഡ്, അവൻ്റെ ആഗ്രഹം, ടു ലിവ്, ജീവിക്കാനുള്ള അവൻ്റെ ആഗ്രഹം നഷ്ടപ്പെട്ടു എന്ന് എനിക്ക് തോന്നി. ഹി വാസ് വെരി കൺഫ്യൂസ്ഡ്, അവൻ വളരെയധികം കൺഫ്യൂസ്ഡ് ആയിരുന്നു, വളരെയധികം പ്രയാസം പിടിച്ചൊരവസ്ഥയിലായിപ്പോയി. ഷി കമൻറ്റഡ്, അവൾ കമൻറ്റ് ചെയ്തു, അവൾ പറഞ്ഞു. ഷി കമൻറ്റഡ്, കമൻറ്റ് ചെയ്തു പറഞ്ഞു മീൻസ് അവൾ പറഞ്ഞ അഭിപ്രായം പറയും. ഷി വാസ് നോട്ട്, ഹവർ എന്നിരുന്നാലും, ഷി വാസ് നോട്ട് പുട്ട് ഓഫ്. പുട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ മാറ്റി നിർത്തുക. ഷി വാസ് നോട്ട് പുട്ട് ഓഫ്, അവൾ മാറ്റി നിർത്തപ്പെട്ടില്ല ബൈ ഹിസ് ഫിസിക്കൽ ഓർ മെൻ്റൽ കണ്ടീഷൻ. അദ്ദേഹത്തിൻ്റെ ഈ ഫിസിക്കലും അദ്ദേഹത്തിൻ്റെ ഈ മാനസികമായിട്ടുള്ള കണ്ടീഷനിലാലും അദ്ദേഹത്തെ മാറ്റി നിർത്തിയില്ല. ഇനി അയാളെ കൊണ്ടൊന്നിനും പറ്റില്ലല്ലോ, അയാൾക്ക് ഇനി ജീവിക്കാൻ തന്നെ പറ്റുമെന്ന് അറിയില്ലല്ലോ എന്ന് കരുതിയുടെ ജെയിൻ വൈൽഡ് അവൾ ഉപേക്ഷിച്ച് പോയില്ല. ഷി ഹാസ് നോട്ട് പുട്ട് ഓഫ് ഹിം ബൈ ഹിസ് ഫിസിക്കൽ ആൻഡ് മെൻ്റൽ കണ്ടീഷൻ. ഷി വാസ് റാദർ എ ഷൈ ടീനേജർ. അവളുടെ ഒരു ക്യാരക്ടർ എന്താണെന്ന് പറയുന്നത്, അവൾ ആയിരുന്നു റാദർ ഷൈ ടീനേജർ. ഷൈ എന്ന് പറഞ്ഞാൽ ലജ്ജാശീലയായ, ടീനേജർ ലജ്ജാശീലയായ ഒരു പെൺകുട്ടിയായിരുന്നു അവൾ. സീരിയസ് മൈൻഡഡ്, വളരെ സീരിയസ് ആയ മനസ്സുള്ള ഒരു പെൺകുട്ടിയായിരുന്നു അവൾ. സീരിയസ് മൈൻഡഡ് വിത്ത് എ സ്ട്രോങ് ഫെയ്ത്ത് ഇൻ ഗോഡ്, ദൈവത്തിൽ വലിയ വിശ്വാസമുണ്ടായിരുന്നു. വിത്ത് എ സ്ട്രോങ് ഫെയ്ത്ത് ഇൻ ഗോഡ്, ദൈവത്തിൽ വലിയ വിശ്വാസമുണ്ടായിരുന്നു. ക്യാരക്ടർ, ഈ ജെയിൻ്റെ ക്യാരക്ടർ എങ്ങനെയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, ഇൻഗ്രെയിൻഡ് ഫ്രം ചൈൽഡ്ഹുഡ്, ഇൻഗ്രെയിൻഡ് ഒലിച്ചു വന്നത്, ഫ്രം ചൈൽഡ്ഹുഡ്, ചെറുപ്പകാലം മുതൽക്ക് തന്നെ അവളിൽ അലിഞ്ഞു ചേർന്ന ഒരു വലിയ വിശ്വാസമുണ്ടായിരുന്നു. ബൈ ഹെർ മദർ, അവളുടെ അമ്മയാണത് സന്നിവേശിപ്പിച്ചത്. ഇൻഗ്രെയിൻഡ്, സന്നിവേശിപ്പിക്കുക എന്നർത്ഥം. ഓക്കെ, ഇൻഗ്രെയിൻഡ് ബൈ ഹെർ മദർ, അവളുടെ അമ്മയാൽ സന്നിവേശിപ്പിക്കപ്പെട്ട സ്ട്രോങ് ഫെയ്ത്ത് ഇൻ ഗോഡ് ഉണ്ടായിരുന്നു അവൾക്ക്. ആൻഡ് എ ബിലീഫ്, ഒരു വിശ്വാസവും ഉണ്ടായിരുന്നു അവൾക്ക്. ആൻഡ് എ ബിലീഫ്, ആൻഡ് ഷി ഹാഡ് എ ബിലീഫ്. എന്താണ് ദാറ്റ്? എന്താണ് ആ വിശ്വാസം? ഗുഡ് ക്യാൻ കം ഔട്ട്, നന്മയ്ക്ക് വരാൻ സാധിക്കും. ഗുഡ് ക്യാൻ കം ഔട്ട് ഓഫ് എനി അഡ്വേഴ്സിറ്റി. അഡ്വേഴ്സിറ്റി മീൻസ് പ്രതിസന്ധി. ഓഫ് എനി അഡ്വേഴ്സിറ്റി, ഏതൊരു പ്രതിസന്ധിയിൽ നിന്നും നന്മ പുറത്തു വരാൻ സാധിക്കുമെന്ന് അദ്ദേഹത്തിന്, എന്ന് അവൾക്ക് വിശ്വാസമുണ്ടായിരുന്നു. ഇതാണ് ജെയിൻ വൈൽഡ്. Hawking admired her optimism, and their friendship developed slowly. After a while, the two began to realize, in Jane's words, that together we could make something worthwhile. For Stephen, that made all the difference. He applied for research fellowship at KS, one of the colleges in Cambridge University. Okay. Hawking admired. Admire means respected. Hawking admired her optimism. Optimism means ശുഭാപ്തി വിശ്വാസം, നേരെയാകുമെന്നൊരു വിശ്വാസം. നമുക്ക് ആ ശുഭാപ്തി വിശ്വാസം നഷ്ടപ്പെടാൻ കഴിഞ്ഞു എല്ലാ കാര്യങ്ങളും. ഹോക്കിംഗ് അഡ്മയർഡ് ഹെർ ഓപ്റ്റിമിസം. ഹോക്കിംഗ് അവളുടെ ശുഭാപ്തി വിശ്വാസത്തെ ആദരിച്ചു. ഹോക്കിംഗ് റെസ്പെക്റ്റഡ് ഹെർ ഓപ്റ്റിമിസം. ആൻഡ് ദയർ ഫ്രണ്ട്ഷിപ്പ് ഡെവലപ്ഡ് സ്ലോലി. അവരുടെ ഫ്രണ്ട്ഷിപ്പ് മെല്ലെ 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 ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി. ആഫ്റ്റർ എ മൊമെൻറ്റ്, കുറച്ച് മാസങ്ങൾക്ക് ശേഷം, കുറച്ച് കഴിഞ്ഞപ്പോൾ, the two began to realize, Stephen Hawking and Jane Wilde began to understand, അവർ മനസ്സിലാക്കാൻ തുടങ്ങി പരസ്പരം. began to realize, in Jane's words, ജെയിനിൻ്റെ വാക്കുകളിൽ പറയട്ടെ, that together, ആ ഒരു ഒരുമിച്ച് കൂടലുണ്ടല്ലോ, അത് we could making something worthwhile. എന്താണ് അതിന് ടുഗദർ? വി കുഡ് മേക്ക് സംതിങ്, നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ പറ്റും. വർത്ത് വൈൽ, മൂല്യമുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റിയ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാം എന്ന് ജെയിൻസിൻ്റെ വാക്കുകളിൽ അവൾ പറഞ്ഞു. ഫോർ സ്റ്റീഫനെ സംബന്ധിച്ചിടത്തോളം,
ദാറ്റ് മെയ്ഡ് ആ ഒരു വാക്കുണ്ടല്ലോ അത് മെയ്ഡ് ഓൾ ദ ഡിഫറൻസ്, എല്ലാ അർത്ഥത്തിലും ഒരു വ്യത്യാസമുണ്ടാക്കി. ഓൾ ദ ഡിഫറൻസ്, കാരണം ഇവളുടെ ശുഭാപ്തി വിശ്വാസമാണത്, നമുക്ക് ചെയ്യാൻ കഴിയുമെന്നൊരു ശുഭാപ്തി വിശ്വാസം. അത് ദാറ്റ് മെയ്ഡ് ഓൾ ദ ഡിഫറൻസ്. ഹി അപ്ലൈഡ് ഫോർ എ റിസർച്ച് ഫെലോഷിപ്പ്. അവൾ പറഞ്ഞിട്ട് ഹി അപ്ലൈഡ് ഫോർ എ റിസർച്ച് ഫെലോഷിപ്പ്. അവൻ ഒരു റിസർച്ച് ഫെലോഷിപ്പിന് അപ്ലൈ ചെയ്തു. റിസർച്ച് ഫെലോഷിപ്പ് എന്ന് പറഞ്ഞാൽ ക്യാഷ് കെട്ടിയിട്ട് പഠിക്കാം. അറ്റ് KS, എവിടെ KSൽ, വൺ ഓഫ് ദ കോളേജസ് ഇൻ കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി. കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ ഒരു കോളേജായിരുന്നു അത്. ആ കോളേജിൽ അദ്ദേഹം ചേർന്നു PhDക്ക് വേണ്ടി, ഫെലോഷിപ്പിന് വേണ്ടി. ഇവിടെ നോക്കൂ, ജെയിനിൻ്റെ ഒരു ഓപ്റ്റിമിസം എങ്ങനെയാണ് സ്റ്റീഫൻ ഹോക്കിങ്ങിനെ സ്വാധീനിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലേ? ഓൾ ദ ഡിഫറൻസ്, ഇറ്റ് മെയ്ഡ് ഓൾ ദ ഡിഫറൻസ്. ഓക്കെ, നെക്സ്റ്റ് പാരാഗ്രാഫ് നോക്കൂ. In 1965, at the age of 23, Hawking received his fellowship at KS, and in July of the same year, Jane and he were married. വളരെ സിമ്പിളായി കുറച്ച് കാര്യം പറഞ്ഞുള്ളൂ. In 1965, 1965, at the age of 23, 23-ാമത്തെ വയസ്സിൽ, 21-ാമത്തെ വയസ്സിലാണ് ഇതൊക്കെ നടന്നത്. 23-ാമത്തെ വയസ്സിൽ ഹോക്കിംഗ് റിസീവ്ഡ് ഹിസ് ഫെലോഷിപ്പ്. ഹോക്കിംഗ് തൻ്റെ ഫെലോഷിപ്പ് സ്വീകരിച്ചു അറ്റ് KS കോളേജിൽ നിന്ന്. And in July of the same year, in July of the same year, അതേ കൊല്ലത്തിൽ ജൂലൈ മാസത്തിൽ ജെയിൻ ആൻഡ് ഹി വർ മാരീഡ്. രണ്ടുപേരും മാരീഡായി, രണ്ടുപേരും കല്യാണം കഴിച്ചു. ഓക്കെ, നമുക്കിന്ന് അവിടെ അവസാനിപ്പിക്കാം. ഞാൻ അടുത്തൊരു ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ തീർക്കാം. അത് കഴിഞ്ഞാൽ അതിൻ്റെ എക്സസൈസിലേക്ക് പ്രവേശിക്കാം. എല്ലാവരും ഈ പാഠഭാഗങ്ങൾ കൃത്യമായിട്ട് വായിച്ച് എനിക്ക് നോട്ട്സ് അയച്ചു തരണം. ഓക്കെ, താങ്ക് യു.